ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ ചട്ടവിരുദ്ധമായി നീക്കം ചെയ്ത 5 പേജുകൾ സാംസ്കാരിക വകുപ്പ് എപ്പോൾ പുറത്തുവിടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. റിപ്പോർട്ടിലെ 5 പേജുകളാണ് ചട്ടവിരുദ്ധമായി സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിയത്. 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ ഉൾപ്പെടുന്നതാണ് ആ പേജ്. കടുംവെട്ടിൽ റിപ്പോർട്ടർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാൽ നൽകിയ പരാതിയിൽ ഇതുവരെ സാംസ്കാരിക വകുപ്പ് മറുപടി പോലും നൽകിയിട്ടില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് റിപ്പോർട്ടർ പരാതി നൽകിയിട്ടുണ്ട്. ആർ റോഷിപാൽ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. റോഷിപാൽ, ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. ആ 5 പേജുകൾ പുറത്തുവിടുന്നതിൽ എന്താണ് അനിശ്ചിതത്വം? തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗികമായ പേജുകൾ 233 പേജുകൾ അപേക്ഷ നൽകിയ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് സർക്കാർ സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡെപ്യൂട്ടി സെക്രട്ടറിയായ സുഭാഷ് തങ്കച്ചി കൈമാറിയത്. ആ ഈ റിപ്പോർട്ട് പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് 11 പാരഗ്രാഫുകൾ കാണാനില്ല, 5 പേജുകൾ കാണാനില്ല എന്ന് ബോധ്യമായത്. അതിന് പിന്നാലെ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അത് നേരത്തെ കൈമാറിയ പട്ടികയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് കാണിച്ചു ഒരു പട്ടിക സാംസ്കാരിക വകുപ്പ് നൽകിയിരുന്നു. ആ പട്ടികയിൽ ഈ പാരഗ്രാഫ് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ പട്ടികയിൽ ഈ പാരഗ്രാഫ് നൽകില്ല, അത് പുറത്തുവിടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ ഈ പേജുകൾ ഒഴിവാക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ആ സാഹചര്യത്തിലാണ് പരാതിയുമായി ഡെപ്യൂട്ടി സെക്രട്ടറിയെ കാണാൻ ശ്രമിച്ചത്. പക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് പോലും ഡെപ്യൂട്ടി സെക്രട്ടറി അനുമതി തന്നിരുന്നില്ല. അതിനുശേഷമാണ് അപ്പീൽ അധികാരി ജോയിന്റ് സെക്രട്ടറിയായ സന്തോഷിന് അപ്പീൽ നൽകാൻ പോയത്. അപ്പീൽ നൽകി ഏതാണ്ട് ദിവസങ്ങൾ കഴിയുന്നു. ഇക്കാര്യത്തിൽ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ആ പേജുകൾ കൈമാറണമെന്ന ആവശ്യം അത് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. കാരണം വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സംസ്ഥാന സർക്കാർ സന്നദ്ധമായത്. ആ റിപ്പോർട്ട് ഇടയിൽ നിയമ തടസ്സമില്ലാത്തപ്പോഴും അത് പുറത്തുവിടാതിരിക്കാനുള്ള ശ്രമം പോലും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ വിവരാവകാശ കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകി. വിവരാവകാശ കമ്മീഷണർ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും നിർബന്ധിതമാകുന്നത് റിപ്പോർട്ട് പുറത്തുവിടാൻ തന്നെ. ആ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തിനാർക്കു വേണ്ടിയാണ് അത് ഒഴിവാക്കിയത്, പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണോ എന്നടക്കം അത് പുറത്തു വന്നാൽ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. ഒന്നുറപ്പാണ്, സിനിമാ മേഖലയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ നടന്ന ഭാഗം, ആ ഭാഗമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ ഏത് ഭാഗം ഒഴിവാക്കുമ്പോഴും അത് മുൻകൂട്ടി ഈ അപേക്ഷ നൽകിയവരെ അറിയിക്കണമെന്ന് കൃത്യമായി വിവരാവകാശ കമ്മീഷണർ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. നേരത്തെ ഈ കഴിഞ്ഞ മാസം 24-നായിരുന്നു ആദ്യം റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെടുത്തത്. അതിൻ്റെ ഭാഗമായി നൽകിയ കത്തിൽ കൃത്യമായി ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കുന്നു, ഏതൊക്കെ പേജുകൾ, ഏതൊക്കെ പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നു എന്ന് അറിയിച്ചിരുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക്. പക്ഷേ അന്ന് ആ കത്തിൽ ഈ പേജുകൾ ഒഴിവാക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ റിപ്പോർട്ട് പുറത്തേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, അത് അട്ടിമറി സാധ്യതയുണ്ടെന്ന് നമ്മൾ നൽകിയ പരാതിയിലുണ്ടായിരുന്നു. പക്ഷേ ആ പരാതി സ്വീകരിച്ചില്ല. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിൻ്റെ വീഴ്ച അത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണെന്ന് മന്ത്രി പി രാജീവ് അടക്കം ആ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് ആ പേജുകൾ 11 പാരഗ്രാഫുകൾ പുറത്തേക്ക് വിടുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളാണ്. ആ കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു മറുപടിയുമില്ല, പരാതിയിലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. റോഷിപാൽ, നമുക്കറിയാം 4.5 വർഷക്കാലം ഇരുട്ടുമുറിയിൽ കഴിഞ്ഞൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. എങ്കിലും ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും അതിൽ നിന്നും 5ഓളം പേജുകളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഏറെ നിർണായകമായ പാരഗ്രാഫുകളാണ് റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പൂഴ്ത്തിവെപ്പിന് പിന്നിൽ സർക്കാരിന് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് കൃത്യമായി ആരെയൊക്കെയോ സംരക്ഷിക്കാനായി നടത്തുന്ന ഒരു നീക്കമാണ് ഇത് എന്ന് തന്നെ വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ. റോഷിപാൽ, ഇക്കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ കള്ളക്കളിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സാംസ്കാരിക വകുപ്പിലെ ചിലർ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് തെളിയിക്കുന്നതാണ് ഈ പേജ് മാറ്റുക അല്ലെങ്കിൽ പാരഗ്രാഫ് നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി അത് ഒഴിവാക്കുക എന്നതൊക്കെ. എന്തായാലും കൃത്യമായ ഒരു ഗൂഢാലോചന ഈ പേജുകൾ ഒഴിവാക്കുന്നതിൽ നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി കൂടിയായി മാറുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ കാര്യത്തെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടറാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. നമ്മൾ വളരെ വിശദമായി നടത്തിയ പരിശോധനയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും അത് പുറത്തുവിടുകയും ചെയ്തത്. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഇത് വളരെ വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഏതായാലും ഒരു കടുംവെട്ട് അവിടെ നടന്നിട്ടുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചു. ഇനി ആ കടുംവെട്ടിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഈ പരാതി വന്നിട്ടും കടുംവെട്ട് നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും ഈ ഒരു സർക്കാർ നിലപാട്, സാംസ്കാരിക വകുപ്പിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് നമ്മൾ വിവരാവകാശ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ താമസിയാതെ വിഷയത്തിൽ വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
തീർച്ചയായിട്ടും ആ 5 പേജുകൾ സാംസ്കാരിക വകുപ്പ് എപ്പോൾ പുറത്തുവിടുമെന്ന കാര്യത്തിലാണ് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത്. ആ അനിശ്ചിതത്വം ആരെയൊക്കെയോ സംരക്ഷിക്കാനാണെന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ആർ റോഷിപ്പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.